വെറും 10 മിനിറ്റ് കൊണ്ട് 2 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള 10 കിടിലൻ യൂസ്ഡ് കാസ് കാണിക്കട്ടെ. 5000 കിലോമീറ്റർ മാത്രമായിട്ടുള്ള നെക്സൺ അല്ലേ? അതെ, ഇത് 28,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3,60,000 രൂപ. 2021 മോഡല്. അടുത്തൊരു പുതുപുത്തൻ വെന്യൂ ആണ്. അപ്പോൾ കുറേ ഇയോൺസിന്റെ സെന്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ 2 ലക്ഷം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇയോൺ നമ്മൾ കാണിക്കാം. ബ്രോ, ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറയാം. എത്ര കിലോമീറ്റർ ആയി? ഇത് 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്രാമത്തെ ഓണർ? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കറക്റ്റ് എക്സാക്ട് പ്രൈസ് എത്രയാണ്? ഇതിന്റെ 2 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ കുറേ വണ്ടികൾ കിടക്കുന്നു. കുറേ ഉണ്ട്. 1.25 തൊട്ട് ഇയോൺ ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. അതെ, ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് 3 ലാക്സിന്റെ കാറിലോട്ട് പോകാം. അപ്പോൾ 3 ലാക്സ് ബഡ്ജറ്റ് ഉള്ളവർക്ക് ന്യൂ സാൻഡ്രോ, ഹ്യുണ്ടായുടെ പുതിയ സാൻഡ്രോ വന്നിരിക്കുന്നു. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഇത്? 44,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 2019 മോഡലാണ് വരുന്നത്. പെട്രോൾ ആണ്, മാനുവൽ ആണ് വണ്ടി വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3,60,000 രൂപ. 3.5 ലക്ഷം രൂപയ്ക്ക് 2019 മോഡൽ സാൻഡ്രോ. അതെ, 4 ലക്ഷം രൂപ ബഡ്ജറ്റിലാണ് ഐറ്റംസ് ഒക്കെ വന്നിരിക്കുന്നത്. 4 ലക്ഷം അല്ല, 3 ലാക്സ് തൊട്ടുണ്ട്. 4 ലാക്സ് വരുന്ന ഒരു ഐറ്റം നമ്മൾ പറയാണ്. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? ഇത് 36,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 2016 വണ്ടിയാണ്. ഇത് മാഗ്ന എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 1.2 ലിറ്റർ ആണ് വരുന്നത്. VT കപ്പ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇതിന്റെ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ് വരുന്നത്. പ്രൈസ് എന്ന് പറയുമ്പോൾ 4 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു 3 ലക്ഷം രൂപ ഇഷ്ടംപോലെ ഐറ്റംസ് കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് വന്ന് കണ്ടിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ലേഡീസിനൊക്കെ ആണെങ്കിലും ഈ വണ്ടി ഭയങ്കര കംഫർട്ട് ആയിരിക്കും. ഇതിന്റെ ഓട്ടോമാറ്റിക്, പ്രത്യേകിച്ച് ഈ ഒരു കാറിന്റെ ഓട്ടോമാറ്റിക് അവർക്ക് സിറ്റി ഡ്രൈവിംഗിലാണെങ്കിലും എവിടെയാണെങ്കിലും നല്ല കംഫർട്ട്. ഓട്ടോമാറ്റിക് കിടപ്പില്ലേ? ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് അവൈലബിൾ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 5 ലക്ഷം രൂപ റേഞ്ച് വരുന്ന ഒരു റെഡ് കളർ i20 എലൈറ്റ് കിടക്കുന്നു. ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇത് 2017 മോഡലാണ്. ഇത് 76,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ് വരുന്നത്. മാനുവൽ ആണ് വണ്ടി വരുന്നത്. ഇത് എലൈറ്റ് i20 എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു മോഡലാണ് വരുന്നത്. മാഗ്ന വേരിയന്റ് ആണ്. പ്രൈസ് പറയുമ്പോഴത്തേക്കും 5,20,000 രൂപയ്ക്ക് ഈ വണ്ടി എടുക്കാം. ഓക്കെ, അതാണ് പ്രൈസ്. സൈഡിലൊരു ഫുൾ ബ്ലാക്ക് കിടക്കുന്ന ടോപ്പ് മോഡലാണ്. ടോപ്പ് മോഡൽ കിടപ്പുണ്ട്. ഫുള്ള് ചെക്ക് ചെയ്യാനായിട്ട് ഇവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അടുത്തത് ബലേനോ, ദ മോസ്റ്റ് സെല്ലിംഗ് കാർ ഇൻ ഇന്ത്യ. അതെ, ഇത് പ്രൈസ് എത്രയാണ്? ഇത് 660 വരുന്നുള്ളൂ. ഓക്കെ, എത്ര കിലോമീറ്റർ? ഇത് 28,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 2019 മോഡലാണ്. ഇത് വരുമ്പം പെട്രോൾ വേരിയന്റും കൂടിയാണ് വരുന്നത്. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. സ്വിഫ്റ്റിന്ന് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബലേനോ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് പിന്നെ കംഫർട്ട് ആണെങ്കിലും നല്ല അടിപൊളി വണ്ടിയാണ്. അടിപൊളി. പിന്നെ ഇപ്പൊ ഇത് മാത്രമല്ല, നമുക്ക് 2-3 ബലേനോ കൂടെ കിടപ്പുണ്ട്. കുറെ ബലേനോ ഉണ്ടായിരുന്നു. അത് കൂടുതലും പോയി. അതെ, വാഗണാർ അതുപോലെ തന്നെ സ്വിഫ്റ്റിന് അപ്ഗ്രേഡ് ചെയ്യണവരൊക്കെ ബലേനോണ് കൂടുതലും ഫോക്കസ് ചെയ്യണത്. അപ്പൊ 7 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് സിവിലോട്ടൊക്കെ കയറാനുള്ള ബഡ്ജറ്റ് ആയിട്ടുണ്ട്. നിസാൻ മാഗ്നൈറ്റ്. അതെ, ഫാമിലി കാർ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ. നിസാനും കൂടെയാണ്. ഇതെന്ന് പറയുമ്പോൾ 2021 മോഡല് നിസാൻ മാഗ്നൈറ്റ് എക്സൽ ടർബോ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ? ഇത് 48,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 7,70,000 രൂപയ്ക്ക് വണ്ടി എടുക്കുക. ഓക്കെ, ടർബോ ആണ്. ടർബോ വേരിയന്റ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ് വണ്ടി വരുന്നത്. കുഴപ്പമില്ലാത്ത. വേറൊരു ഇത് മാഗ്നൈറ്റും കൂടെ ഉണ്ട്. അത് വരുമ്പോൾ ഒരു 9 വരും. അത് ലെസ് കിലോമീറ്റർ ആണ്. കുറച്ച് ഓടിയിട്ടുള്ളൂ വണ്ടി. അപ്പോൾ അതാണ് റേറ്റ് ഡിഫറൻസ് വരുന്നത്. 7 ലക്ഷം രൂപയ്ക്ക് വേറെ വണ്ടിയോട് നമ്മൾ കാണിക്കാം. ടാറ്റ നെക്സോൺ. വെറും നെക്സൺ അല്ല, 5000 കിലോമീറ്റർ മാത്രമായിട്ടുള്ള നെക്സൺ അല്ലേ? അതെ. ഇതിന്റെ ഡീറ്റെയിൽ പറയാം. ഇതെന്ന് പറയുമ്പോൾ 2020 മോഡല് ടാറ്റ നെക്സോൺ ആണ്. XM പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. ബേസ് വേരിയന്റ് ആണ്. പെട്രോൾ ആണ് വരുന്നത്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 7,20,000 രൂപയുള്ളൂ. 5000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ലൊരു ഡീലായിരിക്കും. അതെ. അടുത്ത 8 ലക്ഷം രൂപയ്ക്ക് ഒരു പെർഫോമൻസ് ബീസ്റ്റ് തന്നെ ആയാലോ? നമ്മുടെ സ്കോഡയുടെ റാപ്പിഡ് ആണ്. അല്ലേ? എത്ര കിലോമീറ്റർ ആയി? ഇത് 65,000 ഓടിയിട്ടുള്ളൂ. വേരിയന്റ് എന്ന് പറയുമ്പോഴത്തേക്കും 1.6 ലിറ്റർ എഞ്ചിൻ വരുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. MPI ആണ്. MPI വേരിയന്റ് ആണ് വരുന്നത്. ഇത് 2019 മോഡലാണ്. 2019 മോഡലാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 8,40,000 രൂപ. നെഗോഷ്യബിൾ ആണ്. അതെ. പിന്നെ അതുപോലെ തന്നെ അലോയ് ഒക്കെ നോക്കുവാണെങ്കിലും നിങ്ങൾക്ക് അലോയ് കാണുവാനാണെങ്കിലും നല്ല അടിപൊളി അലോയ് ആണ് ഇട്ടേക്കണത്. വാറണ്ടികളും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. 1 മന്ത് ഫ്രീ വാറണ്ടി. നമ്മൾ ഇവിടെയുള്ള 2010 തൊട്ടുള്ള എല്ലാ വണ്ടികൾക്കും 1 മന്ത് ഫ്രീ വാറണ്ടിയാണ്. 1 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. 7 ഡേയ്സ് റിട്ടേൺ പോളിസി അവൈലബിൾ ആണ്. 140 ക്വാളിറ്റി ചെക്സ് ചെയ്തിട്ടുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് RSA, ഫാസ്ടാഗ്, GPS എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡോക്യുമെന്റ്സിന്റെ പേരൊക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും? എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും. എല്ലാം ഫിനാൻസും എല്ലാം നമ്മുടെ അവൈലബിൾ ആണ്. സൈഡിലൊരു റാപ്പിഡ് ഇത് കിടക്കുന്നു. നമ്മുടെ മാറ്റ് ഫിനിഷ് റാപ്പിഡ് ആണ്. അത് മാറ്റ് ചെയ്തതല്ല കേട്ടോ. അത് സ്റ്റോക്ക് ആണ്. നല്ല ബ്യൂട്ടിഫുൾ സാധനമാണ്. അടിപൊളി വണ്ടിയാണ്. ഇതിനെത്ര പ്രൈസ് ജസ്റ്റ് എന്ന് പറയുമ്പോൾ? ഇതൊരു 9-10 സംതിങ് ആ ഒരു റേഞ്ച് വരും. ഓക്കെ,
8 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടിയുടെ കാണിച്ചേക്കാം XUV 300 300 അതെ W8 ആണ്. W8 വേരിയന്റ് ആണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 59,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 2020 മോഡലാണ്. 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. വേറെ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 8,90,000 രൂപ. 8,90,000 രൂപ. സൺറൂഫ് ഒക്കെ വരുന്ന മോഡലാണ്. കിടിലൻ ഡ്രൈവിംഗ് കംഫർട്ട് ആണ് XUV 300 നിങ്ങൾ ഓടിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ. പിന്നെ വേറൊരു കാര്യം കൂടിയാണ്, മഹീന്ദ്രയാണ്. അപ്പം അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. അടുത്തൊരു പുതുപുത്തൻ വെന്യൂ ആണ്. ഒരു കിടിലൻ പാക്കേജ് ആണ്. കിടിലൊക്കെ കണ്ടില്ലേ, പുതിയ മോഡലാണ്. 2022 മോഡലാണ്. എത്ര കിലോമീറ്റർ ഓടിയത്? ഇത് 16,000 കിലോമീറ്റർ ഓടി. 16,000 ആയിട്ടുള്ളൂ. അതെ പുത്തൻ വണ്ടിയാണ്. വേരിയന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വേരിയന്റ് ആണ് വരുന്നത്. പ്രൈസ് ഇത് 9,60,000 രൂപയാണ്. കാരണം ഉണ്ട് 1 ലിറ്റർ ടർബോ വണ്ടിയാണ്. IMT ആണ്. ഓട്ടോമാറ്റിക്കിന്റെ ഗുണം ചെയ്യുന്ന ട്രാൻസ്മിഷൻ IMT. അപ്പോൾ ആ വെന്യൂന് എത്ര വരും ഏകദേശം? ഈ വെന്യൂന് ഒരു ഏകദേശം ഒരു 6-7 ആ ഒരു റേഞ്ച് വരും. 10 ലക്ഷം രൂപയുടെ വണ്ടി കാണിക്കാം അല്ലേ? അതെ. അടുത്തത് പെട്ടെന്ന് ഫാമിലി കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന വണ്ടി ഹോണ്ട സിറ്റി. ഭരിക്കുന്ന സിറ്റി. അതെ, സിറ്റി ഭരിക്കുന്ന ആള്. 10 ലക്ഷം രൂപ ബഡ്ജറ്റിലുള്ള ഒരു വണ്ടിയാണ്. എത്രാമത്തെ ഏത് ഇയർ ആണിത്? ഇത് 2019 മോഡൽ വണ്ടിയാണ്. കിലോമീറ്റർ 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിറ്റി വണ്ടിയല്ലേ, ഓടിക്കോളൂ, നല്ല രീതിയിൽ ഓടിക്കോളൂ. പിന്നെ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, പെട്രോൾ ആണ്. വേരിയന്റ് എന്ന് പറയുമ്പോൾ 1.5 ലിറ്റർ എഞ്ചിൻ വരുന്ന iVTEC ZX CVT ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയും കൂടിയാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,30,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്, പേടിക്കേണ്ട. അടിപൊളി വണ്ടിയാണ്. നമുക്ക് ഇനിയും ധാരാളം സിറ്റികളോട് കിടക്കുന്നുണ്ട്. വേറെ ഓപ്ഷൻസ് ഉണ്ട്. സെൽറ്റോസ്, SUV, ക്രെറ്റാസ്, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൂടാതെ അവരുടെ ആപ്പ് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതുമല്ല, നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഡയറക്റ്റ് ഞങ്ങൾ അസിസ്റ്റ് ചെയ്യണതായിരിക്കും. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നേരെ ഇങ്ങി വരിക. ഇഷ്ടമുള്ള വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമുള്ള നോക്കി മേടിക്കുക. അപ്പോൾ കാസ് 24 കാക്കനാട്, കൊച്ചി.